ഗൈസ്. അപ്പൊ ഇന്ന് ഉച്ചയ്ക്ക് കഴിഞ്ഞപ്പോഴത്തേക്ക് LBSന്റെ ഫസ്റ്റ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തു. അപ്പൊ എല്ലാവരും അവിടെ അലോട്ട്മെന്റ് സ്റ്റാറ്റസ് ഒക്കെ ചെക്ക് ചെയ്ത് കാണും. അതെങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ സൈറ്റ് കയറി ലോഗിൻ ചെയ്തിട്ട് ആപ്ലിക്കേഷൻ നമ്പർ അടിച്ച് വെരിഫൈ ചെയ്യണം. എന്നിട്ട് രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡും അടിച്ചു കൊടുത്തിട്ട് അലോട്ട്മെന്റ് സ്റ്റാറ്റസിൽ അലോട്ട്മെന്റ് നമ്മൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഫസ്റ്റ് അലോട്ട്മെന്റ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഫസ്റ്റ് അലോട്ട്മെന്റിൽ നമുക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ടോക്കൺ ഫീ പേയ്മെന്റ് ചെയ്തിട്ട് നമ്മൾ സീറ്റ് അവിടെ സെക്യൂർ ചെയ്യണം. ടോക്കൺ ഫീ എന്ന് പറയുമ്പോഴത്തേക്ക് SC/ST-കാർക്ക് 1000 അതുപോലെ തന്നെ അല്ലാത്തവർക്ക് 25,000 രൂപയുമാണ് ടോക്കൺ ഫീസ്. ഇനി നമുക്ക് ടോക്കൺ ഫീസ് എങ്ങനെ അടയ്ക്കാവുന്നതാണ്. ടോക്കൺ ഫീസ് ഉണ്ടെങ്കിൽ നമുക്ക് ചെല്ലാൻ വഴി അല്ലെങ്കിൽ ഓൺലൈൻ പേയ്മെന്റ്സ് വഴി ചെയ്യാൻ പറ്റും. ചെല്ലാനാണെങ്കിൽ സൈറ്റിൽ കയറിയിട്ട് ഫെഡറൽ ബാങ്കിന്റെ ചെല്ലാൻ്റെ പ്രിന്റ് എടുക്കണം, എന്നിട്ട് അത് ബാങ്കിൽ പോയി അടയ്ക്കണം. പക്ഷെ അതിന്റെ അപ്ഡേറ്റ് വെബ്സൈറ്റിൽ വരാൻ 24 hours എടുക്കും. ഓൺലൈൻ പേയ്മെന്റ് ആണെങ്കിൽ നെറ്റ് ബാങ്കിങ്ങോ ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ UPI വഴിയൊക്കെ നമുക്ക് ചെയ്യാം. അപ്പം ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്തിട്ട് അതിന്റെ ആവശ്യമായ ഡീറ്റെയിൽസ് കൊടുത്ത് നമുക്ക് ചെയ്യാം. ഇതെന്ന് വെച്ചാൽ ബെറ്റർ ഓപ്ഷനാണ് ഓൺലൈൻ പേയ്മെന്റ് ചെയ്യുക എന്ന് പറയുന്നത്. പക്ഷെ നെറ്റ് സ്പീഡുള്ള ടൈമിൽ തന്നെ നമ്മൾ ചെയ്യണം. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കഫേയിലോ അല്ലെങ്കിൽ അക്ഷയ പോലുള്ള സ്ഥലങ്ങളിൽ പോയി ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മൾ ഈ ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞിട്ട് ടോക്കൺ ഫീ അടച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സെക്കൻഡ് അലോട്ട്മെന്റിലും ഇനി വരുന്ന അലോട്ട്മെന്റിലൊന്നും പരിഗണിക്കത്തില്ല. പക്ഷെ നിങ്ങൾക്ക് ഏത് അലോട്ട്മെന്റ് കയറാൻ പറ്റും? സ്പെഷ്യൽ അലോട്ട്മെന്റ് അല്ലെങ്കിൽ സ്പോട്ട് അലോട്ട്മെന്റ്. ഈ 2 അലോട്ട്മെന്റ് മാത്രമേ നിങ്ങളെ പരിഗണിക്കത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ടോക്കൺ ഫീസ് അടയ്ക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് ഓഗസ്റ്റ് 6 വൈകിട്ട് 5 മണി വരെയാണ്. സെക്കൻഡ് അലോട്ട്മെന്റിന് മുമ്പുള്ള ദിവസങ്ങളിൽ LBS സൈറ്റിൽ ഏതെങ്കിലും കോളേജസ് പുതുതായിട്ട് ആഡ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കോളേജസ് ആഡ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ലിസ്റ്റിലുള്ള കോളേജസ് റീഅറേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ ഓപ്ഷൻസ് പ്രയോറിറ്റി അനുസരിച്ച് മാറ്റിവെക്കാനുള്ള സമയവും ഈ ഓഗസ്റ്റ് 6 വൈകിട്ട് 5 മണി വരെ തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വേണ്ടാത്ത കോളേജസ് ഓപ്ഷൻ ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാനും നമുക്കിവിടെ പറ്റും. പിന്നെന്താണ്, നമുക്കറിയാം നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഏത് ഓപ്ഷനാണോ കിട്ടിയിരിക്കുന്നത്, ഏത് നമ്പറിലുള്ള ഓപ്ഷനാണോ കിട്ടിയിരിക്കുന്നത് അതിന്റെ താഴെയുള്ള എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. മുകളിലുള്ള ഓപ്ഷൻസ് മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഇനി നിങ്ങൾക്ക് റീഅറേഞ്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ഓപ്ഷനിൽ നിന്ന് മുകളിലുള്ള ഓപ്ഷനിൽ മാത്രമേ റീഅറേഞ്ച് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ടോക്കൺ ഫീ റീഫണ്ട് ചെയ്ത് കിട്ടുമെന്നാണ്. ടോക്കൺ ഫീ റീഫണ്ട് ചെയ്ത് കിട്ടും, പക്ഷെ അത് എപ്പോൾ മാത്രമേ കിട്ടുള്ളൂ? നമ്മുടെ സ്പെഷ്യൽ അലോട്ട്മെന്റും സ്പോട്ട് അലോട്ട്മെന്റും എല്ലാ അലോട്ട്മെന്റും ക്ലോസ് ആയതിനു ശേഷം മാത്രമേ ഈ ടോക്കൺ ഫീ നമ്മൾ അടച്ചത് നമുക്ക് വേണ്ടെങ്കിൽ റീഫണ്ട് ചെയ്ത് കിട്ടുള്ളൂ. അപ്പം മാത്രമേ നമ്മുടെ LBSന്റെ ആ വെബ്സൈറ്റിൽ ടോക്കൺ ഫീ റീഫണ്ടിന്റെ ഓപ്ഷൻ വരികയും നമുക്ക് അതിലൂടെ ടോക്കൺ ഫീ റീഫണ്ട് ചെയ്ത് എടുക്കാൻ പറ്റും. അത് ഈ അഡ്മിഷൻ എല്ലാം ക്ലോസ് ആയതിനു ശേഷം മാത്രമേ നമുക്ക് കിട്ടുകയും ചെയ്യുള്ളൂ. പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഇപ്പൊ തന്നെ ടോക്കൺ ഫീസ് അടയ്ക്കുക എന്നുള്ളതാണ്. അതിനുള്ള അവസാന തീയതി ഓഗസ്റ്റ് 6 5 മണി വരെയാണ്. അത് എല്ലാവരും ഓർത്തിരിക്കുക. അതുപോലെ തന്നെ അടുത്ത അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാനുള്ള സമയം ഓഗസ്റ്റ് 6 വരെയാണ്. ഇപ്പം ഈ ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഉൾപ്പെടാത്തവരാരും വിഷമിക്കൊന്നും വേണ്ട. കാരണം നമുക്ക് ഇനി ഒരുപാട് അലോട്ട്മെന്റും അതുപോലെ തന്നെ സ്പോട്ട് അലോട്ട്മെന്റിന് ഒരു 7-8 അലോട്ട്മെന്റ് സ്പോട്ട് അലോട്ട്മെന്റ് വരാനുണ്ട്. അതിലൊക്കെ ഇനി ഒരുപാട് റാങ്ക് കയറിയൊക്കെ എടുക്കുകയൊക്കെ ചെയ്യും. അപ്പൊ നിങ്ങൾ ഇപ്പം കിട്ടാത്തവരാരും വിഷമിക്കണ്ട. അതുപോലെ ഒരുപാട് സപ്ലിമെന്ററി അലോട്ട്മെന്റുകളൊക്കെ വരും. ഈ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഓപ്ഷൻ അലോട്ട്മെന്റ് കഴിയാൻ നേരത്ത് നമുക്ക് ഓരോ കോളേജസിലും വേക്കന്റ് ആയിട്ടുള്ള സീറ്റുകൾ അനുസരിച്ച് സപ്ലിമെന്ററി സ്പോട്ട് അലോട്ട്മെന്റ് വന്നുകൊണ്ടിരിക്കും. അപ്പൊ നിങ്ങൾ അത് ശ്രദ്ധിച്ച് ഓരോന്നും ചെയ്താൽ മതിയാവും. കോളേജിന്റെ എണ്ണവും സീറ്റും കൂടുന്നതിനനുസരിച്ച് അത്രത്തോളം കുട്ടികളെ നമുക്ക് ഇതിനകത്ത് എടുക്കും. അപ്പൊ ഈ 3rd അലോട്ട്മെന്റും കൂടി വന്നു കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ആ കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കേണ്ടത്. അപ്പൊ ഈ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ ഒരുപാട് ഡോക്യുമെന്റ്സ് ഒക്കെ വേണം. അത് നിങ്ങൾ നേരത്തെ കൂട്ടി തന്നെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ ഓപ്ഷൻസ് ഒക്കെ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടും ആവശ്യമില്ലാത്ത ഡിലീറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ സേവ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ സേവ് ചെയ്ത് വെച്ചേക്കണം. പിന്നെ ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്ത് മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മതി. നമ്മൾ ക്ലിയർ ചെയ്ത് തരാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.